കേരളത്തിലെ ഹിന്ദു സമൂഹത്തെപ്പറ്റി ചിന്തിക്കുമ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു സംഘടനയാണ് NSS, നായർ സർവീസ് സൊസൈറ്റി. മന്നത്ത് പത്മനാഭൻ സ്ഥാപിച്ച സംഘടനയാണ്. സമുദായാംഗങ്ങളുടെ സാമൂഹികവും സാമ്പത്തികവും രാഷ്ട്രീയവുമായ ഉന്നമനത്തിനു വേണ്ടി മന്നത്ത് പത്മനാഭൻ സ്ഥാപിച്ച സംഘടന. അതുപോലെ വളരെ പ്രധാനപ്പെട്ട ഒരു സങ്കല്പം അല്ലെങ്കിൽ ഒരു സംവിധാനം, ഒരു വിശ്വാസം, അതാണ് ശബരിമല. ശബരിമല അയ്യപ്പ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് വർഷം തോറും ലക്ഷക്കണക്കിന് ആളുകൾ തീർത്ഥാടനത്തിനെത്തുന്ന ശബരിമല സന്നിധാനം. പക്ഷേ ഒരു ഹിന്ദുത്വ പാർട്ടി എന്ന് സ്വയം അഭിമാനിക്കുന്ന അല്ലെങ്കിൽ അവകാശപ്പെടുന്ന BJP, കേരളത്തിലെ BJP എന്തുകൊണ്ടാണ് NSSനെയും ശബരിമലയുമായി ബന്ധപ്പെട്ട ആചാരങ്ങളെയും വിശ്വാസങ്ങളെയും പ്രതിക്കൂട്ടിൽ നിർത്തുന്നത്? കേരളം ഇപ്പോൾ വളരെ സന്ദേഹത്തോടു കൂടി ചർച്ച ചെയ്യുന്ന ഒരു വിഷയമാണ് ഇത്. കേരളത്തിലെ BJPയുടെ സ്വാധീനം അല്ലെങ്കിൽ അവരുണ്ടാക്കിയ രാഷ്ട്രീയ നേട്ടങ്ങളൊക്കെ നമുക്കറിയാം. ഒരിക്കൽ നേമത്ത് നിന്ന് O. രാജഗോപാൽ ജയിച്ചു. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ, ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 3 സീറ്റുകൾ ലഭിച്ചു. BJP അധികാരത്തിൽ വരുമെന്നൊക്കെ പറഞ്ഞിരുന്നതാണ്. ചുരുങ്ങിയത് 35 സീറ്റെങ്കിലും കിട്ടുമെന്ന് പറഞ്ഞിരുന്നതാണ്. ഇവിടെ ഒരു തൂക്ക് നിയമസഭ വരുമെന്നും BJP ആയിരിക്കും നിർണായകമാവുക എന്നൊക്കെ പറഞ്ഞിരുന്നത്, അവകാശപ്പെട്ടിരുന്നതാണ്. പക്ഷേ 3 സീറ്റാണ് കിട്ടിയത്. BJP എന്താണ് ഉദ്ദേശിക്കുന്നത്? ഈ 3 സീറ്റ് മതിയെന്നാണോ? അതോ കേരളത്തിൽ ഇനി മുന്നോട്ട് പോകണ്ട എന്നാണോ? അതോ പഴയതുപോലെ 1 സീറ്റ് കിട്ടിയാൽ മതി, അല്ലെങ്കിൽ ഒന്നുമില്ലാതിരുന്നാൽ മതി, അതാണോ? എന്താണ് നിങ്ങളുടെ കേരളത്തിലെ രാഷ്ട്രീയ ലക്ഷ്യം? ഇപ്പോൾ കേരളത്തിൽ നടക്കുന്ന പല കാര്യങ്ങളും കാണുമ്പോൾ അങ്ങനെയൊക്കെ ചിന്തിക്കാൻ നമ്മൾ നിർബന്ധിതരാവുക. വളരെ പണ്ട് തൊട്ടേ RSSന് വലിയ സാന്നിധ്യമുള്ളൊരു സ്ഥലമാണ് ഈ കേരളം. UP കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ശാഖകൾ കേരളത്തിലായിരുന്നുവെന്ന് വായിച്ചിട്ടുണ്ട്. പക്ഷേ ഇതുവരെ രാഷ്ട്രീയമായിട്ടൊരു നേട്ടമുണ്ടാക്കാൻ സാധിച്ചില്ല. ഇതുവരെ പാർട്ടിയെ സംഘപരിവാർ RSS റൂട്ടിലൂടെ കടന്നു വന്നവരെ, വളർന്നു വന്നവരാണ് നയിച്ചിരുന്നത്. ഇപ്പോൾ തെരഞ്ഞെടുപ്പാകുമ്പോഴത്തേക്ക് ഗസ്റ്റ് റോളിൽ ചില നേതാക്കന്മാർ വരും. ഞങ്ങൾ ക്രിസ്ത്യാനികളുടെ വോട്ട് മുഴുവൻ വാങ്ങിച്ചു തരാം, ഞങ്ങൾ ഈഴവരുടെ വോട്ട് ഒന്നടങ്കം BJPയിൽ എത്തിച്ചേക്കാം, ധീവരയുടെ വോട്ട് വാങ്ങാം, വിശ്വകർമ്മജരുടെ വോട്ട് വാങ്ങിത്തരാം എന്നൊക്കെ പറഞ്ഞ് ഗസ്റ്റ് റോളിൽ അഭിനയിക്കാൻ ഓരോ ആളുകൾ വരും. അവരൊക്കെ മത്സരിക്കും, ജയിക്കത്തൊന്നുമില്ല, കാരണം അവർക്ക് സ്വാധീനമില്ലല്ലോ. പക്ഷെ അവർ പാർട്ടിയിൽ നിന്ന് വിട്ടുപോകത്തില്ല. അട്ട കടിച്ചു തൂങ്ങുന്ന പോലെ അങ്ങനെ കിടക്കും പാർട്ടിയിൽ ഓരോ പദവികളിൽ. എന്നിട്ട് പാർട്ടിക്ക് എന്തെങ്കിലും ഗുണം ചെയ്യുകയല്ല, പാർട്ടിക്ക് അടിസ്ഥാനപരമായിട്ട് ദോഷമുണ്ടാക്കുകയാണ് ഈ കൂട്ടർ ചെയ്യുക. കഴിഞ്ഞ ദിവസം രാജ്യതലസ്ഥാനത്ത് ഡൽഹിയിൽ മന്നത്ത് പത്മനാഭൻ്റെ ഒരു പ്രതിമ അനാച്ഛാദനം ചെയ്യുന്നു, ഒരു സ്മൃതി മണ്ഡപം ഉദ്ഘാടനം ചെയ്യുന്നു. അത് ഡൽഹിയിലെ NSS ആസ്ഥാനത്താണെന്നാണ് മാധ്യമങ്ങളിൽ നിന്ന് മനസ്സിലാക്കിയത്. അത് ക്ലാരിഫൈ ചെയ്യേണ്ട ചുമതല കേരളത്തിലെ NSSൻ്റെ ചുമതലക്കാർക്കുണ്ട്, ജനറൽ സെക്രട്ടറിക്കുണ്ട്. NSSൻ്റെ കീഴിലുള്ള ഒരു സ്ഥലത്താണോ ഈ പ്രതിമ സ്ഥാപിച്ചിരിക്കുന്നത്, സ്മൃതി മണ്ഡപം ഉണ്ടാക്കിയിരിക്കുന്നത്? അതിനെപ്പറ്റി വളരെ കൃത്യമായൊരു ചിത്രം നൽകേണ്ടത് NSSആണ്. അതെന്തുമാവട്ടെ, ആ സ്മൃതി മണ്ഡപം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് മന്നത്ത് പത്മനാഭൻ്റെ പ്രതിമ അനാച്ഛാദനം ചെയ്തുകൊണ്ട് ഇന്ത്യയുടെ ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണനും കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയും നടത്തിയ പ്രസംഗങ്ങൾ, അത് കൃത്യമായിട്ട് കേരളത്തിലെ NSSൻ്റെ നേതൃത്വത്തെ വിമർശിക്കുന്നതായിരുന്നു. NSS ജനറൽ സെക്രട്ടറി സുകുമാരൻ നായരുടെ പേരൊന്നും എടുത്തു പറയുന്നില്ല, അതിൻ്റെ ആവശ്യമില്ലല്ലോ. പ്രസംഗം കേൾക്കുമ്പോൾ മനസ്സിലായാൽ മതിയല്ലോ. സുകുമാരൻ നായരുടെ പേര് പറഞ്ഞിട്ട് പ്രത്യേകിച്ച് കാര്യമില്ലല്ലോ. അതായത് ഒരു സ്ഥാനത്തേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ ഞാനാണ് എല്ലാം എന്നൊന്നും അങ്ങ് കരുതിയേക്കരുത് എന്നാണ് ഉപരാഷ്ട്രപതി ശ്രീ രാധാകൃഷ്ണൻ പറഞ്ഞത്. അതുമാത്രമല്ല, ഞാൻ പ്രസിഡൻ്റ് ആയതുകൊണ്ട് അല്ലെങ്കിൽ ഞാൻ സെക്രട്ടറി ആയതുകൊണ്ട് ഇന്ന ആളുകളൊന്നും ഇവിടെ വരാൻ പാടില്ല, അവർ വരരുത്, ഇവർ വരരുത്, ഇവരൊക്കെ വന്നാൽ മതി, മറ്റുള്ളവർ വന്നാൽ ഇതിനകത്ത് കയറ്റത്തില്ല എന്നൊന്നും പറയരുത്. ഇത് സുകുമാരൻ നായർക്കിട്ടുള്ളൊരു താങ്ങായിരുന്നു. അതാർക്കാണ് മനസ്സിലാക്കാത്തത്? അതുപോലെ നമ്മുടെ സുരേഷ് ഗോപി എന്താ പറഞ്ഞത്? അദ്ദേഹം CP രാധാകൃഷ്ണനേക്കാൾ വളരെ മനോഹരമായിട്ടാണ് അത് പറഞ്ഞത്. അദ്ദേഹം അങ്ങനെയാണ്. അദ്ദേഹം എന്തെങ്കിലും പറഞ്ഞാൽ അതിലെന്തെങ്കിലും ഉണ്ടാവും. അദ്ദേഹം പറഞ്ഞു, പെരുന്ന ഇനി സ്വയം ശുദ്ധീകരിക്കപ്പെടുമെന്ന്. അത് കേട്ടാൽ തോന്നുക
പെരുന്നയിലെ മാലിന്യങ്ങൾ അടിഞ്ഞുകൂടി കിടക്കുക, അതങ്ങ് സ്വയം ശുദ്ധീകരിക്കപ്പെട്ടോളും, ഇനി അതിൻ്റെ കാലമായി എന്നൊക്കെയാണ് സുരേഷ് ഗോപി മനസ്സിൽ കണ്ടതെന്നാണ് നമുക്ക് തോന്നുക. കൃത്യമായിട്ടും ഈ ചടങ്ങ് NSS നേതൃത്വത്തിനെതിരായിട്ടുള്ള ഒന്നായി മാറി. ഇത് അവിടുത്തെ ഔദ്യോഗിക NSS ഘടകം നടത്തിയതാണോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷെ എന്തായാലും ഈ ചടങ്ങ് സുകുമാരൻ നായർ ജനറൽ സെക്രട്ടറിയായ NSSനെതിരായിട്ടുള്ളതായി മാറി. ഉപരാഷ്ട്രപതി ശ്രീ രാധാകൃഷ്ണൻ ചങ്ങനാശ്ശേരി പെരുന്നയിലെ NSS ആസ്ഥാനത്ത് മന്നം സ്മൃതി മണ്ഡപത്തിൽ പുഷ്പാർച്ചന നടത്തുന്നതിനുള്ള അവസരം ചോദിച്ചപ്പോൾ കൊടുത്തില്ല. അതാണ് NSSനെതിരായിട്ടുള്ളൊരു പ്രധാനപ്പെട്ട പരാതി. അതിന് NSSന് കൃത്യമായ വിശദീകരണമുണ്ട്. കഴിഞ്ഞ ഫെബ്രുവരിയില്ല, തെരഞ്ഞെടുപ്പ് അടുത്ത് നിൽക്കുന്ന സമയമാണ്. NSSും BJPയുമായിട്ടുള്ള ബന്ധങ്ങളൊക്കെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. NSSൻ്റെ പരിപൂർണ്ണ പിന്തുണ BJPക്ക് കിട്ടുമോ മുതലായ കാര്യങ്ങൾ. ഈ സമയത്ത് BJPയുടെ സ്ഥാനാർത്ഥിയായിട്ട് ഉപരാഷ്ട്രപതി സ്ഥാനത്തേക്ക് വന്ന ശ്രീ രാധാകൃഷ്ണൻ പെരുന്നയിലെത്തുന്നതും അവിടെ സ്മൃതി മണ്ഡപത്തിൽ ആദരാഞ്ജലികൾ അർപ്പിക്കുന്നതും പുഷ്പാർച്ചന ചെയ്യുന്നതും തെറ്റായ ഒരു രാഷ്ട്രീയ സന്ദേശം നൽകുമെന്നാണ് NSS കരുതിയത്. അതോടെ ന്യായമായൊരു ചിന്തയാണ്. ഇവിടെ നമുക്ക് NSSനെ ന്യായീകരിക്കേണ്ട ഒരു കാര്യവുമില്ല. പക്ഷേ നമ്മളതിനെപ്പറ്റി ആലോചിക്കുമ്പോൾ ന്യായമായിട്ടുള്ളൊരു കാര്യമാണ്. ഇതുപോലെ മറ്റു പല സാമുദായിക നേതാക്കളും ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലേക്കുള്ള പോളിങ്ങിൻ്റെ 2 ദിവസം മുമ്പ് അന്ന് ഡൽഹിയിലെ ലഫ്റ്റനൻറ്റ് ജനറലായിരുന്ന ഒരു വ്യക്തി, BJPയുമായിട്ട് അടുത്ത ബന്ധമുള്ള ഒരാളാണ്, തിരുവനന്തപുരത്ത് വന്നിട്ട് ലത്തീൻ സഭാ മേധാവി ആർച്ച് ബിഷപ്പ് തോമസ് നെറ്റോയെ ഒന്ന് കാണണമെന്ന് പറഞ്ഞു. ഒന്ന് കണ്ടാൽ മതി, രാഷ്ട്രീയം ഒന്നും സംസാരിക്കുന്നില്ല, പോളിങ്ങിന് 2 ദിവസം ബാക്കിയുള്ളപ്പോഴാണ്, ഒന്ന് കണ്ടാൽ മതി നെറ്റോ തിരുമേനിയെ. പക്ഷേ ആർച്ച് ബിഷപ്പ് തോമസ് നെറ്റോ പറഞ്ഞ് പറ്റത്തില്ല, തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ടാണ് കാണാൻ യാതൊരു പ്രശ്നവുമില്ല. കാരണം കണ്ടാൽ ആ സന്ദർശനം വലിയൊരു രാഷ്ട്രീയ സന്ദേശം നൽകും. അതിന് അദ്ദേഹം ആഗ്രഹിച്ചില്ല. അതുമാത്രമല്ല, ശ്രീ CP രാധാകൃഷ്ണൻ വരുമ്പോൾ സുരക്ഷാ ക്രമീകരണങ്ങളുടെ ഭാഗമായിട്ട് സ്മൃതി മണ്ഡപത്തിലെ ഡോഗ് സ്ക്വാഡ് കയറി പരിശോധന നടത്തും. ഈ ബോംബൊക്കെ കണ്ടുപിടിക്കുന്ന, ബോംബിൻ്റെയൊക്കെ സാന്നിധ്യം കണ്ടുപിടിക്കുന്ന ഡോഗ് സ്ക്വാഡ്, അത് NSSന് താല്പര്യമില്ല. അവർ ഒരു ക്ഷേത്രത്തിലെ ശ്രീകോവിൽ പോലാണ് മന്നത്ത് പത്മനാഭൻ്റെ സ്മൃതി മണ്ഡപത്തെ കാണുന്നത്. പണ്ടൊരിക്കലും ഇതുപോലെ സമാനമായ സംഭവം ഉണ്ടായതാണ്. PV നരസിംഹറാവു പ്രധാനമന്ത്രിയായിരിക്കുന്ന സമയത്ത് അദ്ദേഹം അവിടെ പുഷ്പാർച്ചന നടത്തി. കൂടെ വന്നവരാരോ ചെരുപ്പിട്ട് മണ്ഡപത്തിൽ കയറി. അത് വലിയൊരു രാഷ്ട്രീയ പ്രശ്നമായിട്ട് മാറി. അന്നത് UDFൻ്റെ തെരഞ്ഞെടുപ്പ് തോൽവിക്കുള്ള കാരണമായി പോലും മാറുകയുണ്ടായി. ഇതൊക്കെ ചരിത്രത്തിൻ്റെ ഭാഗമാണ്. സുരേഷ് ഗോപിക്ക് പുഷ്പാർച്ചന നടത്താൻ അവസരം കൊടുത്തില്ലെന്നാണ് പറയുന്നത്. അപ്പോൾ NSS ജനറൽ സെക്രട്ടറി പറഞ്ഞ് അദ്ദേഹത്തിന് അനുമതി കൊടുത്തിട്ടുണ്ട്. പക്ഷേ അദ്ദേഹം NSSൻ്റെ ബജറ്റ് സമ്മേളനം നടക്കുമ്പോൾ അവിടെയൊക്കെ കയറി ചെന്നു. അത് NSSൻ്റെ പ്രതിനിധി സഭാംഗമല്ല. പിന്നെ അവിടെ ബജറ്റ് സമ്മേളനം നടക്കുമ്പോൾ ഇദ്ദേഹത്തിന് എന്താ അവിടെ കാര്യം? പൂച്ചയ്ക്ക് എന്താണ് പൊഞ്ഞെടുക്കുന്നിടത്ത് കാര്യമെന്നേ. അപ്പം സ്വാഭാവികമായിട്ടും ജനറൽ സെക്രട്ടറി അത്ര ഹിതകരമല്ലാത്ത രീതിയിൽ സംസാരിച്ചു. സംഗതി ശരിയാണ്. ചേട്ടാ, ഒരു റോട്ടറി ക്ലബിൻ്റെ മീറ്റിംഗ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ അന്യനായ ഒരാൾ കടന്നു ചെന്നാൽ കയറ്റി വിടുമോ? അകത്തേക്ക് കടത്തുമോ? ഇതാണ് സംഭവിച്ചത്. അങ്ങനെ ചില പിൻകാല പ്രശ്നങ്ങളുണ്ട് കേട്ടോ ഇതിന്. പക്ഷേ എന്തുകൊണ്ടാണ് BJPയുടെ 2 സമുന്നതരായ നേതാക്കൾ അവർ ഡൽഹിയിലെ ഈ ചടങ്ങ് ഒരു രാഷ്ട്രീയ ചടങ്ങായി അല്ലെങ്കിൽ ഒരു NSS വിരുദ്ധ ചടങ്ങായി മാറ്റി? NSSൻ്റെ വോട്ട് വേണ്ട എന്നാണോ? NSSനെ അവരുടെ പിന്തുണയൊന്നും ഞങ്ങൾക്ക് വേണ്ട. അതോ മറ്റ് ഹിന്ദു സമുദായങ്ങൾ, SNDP പോലെയുള്ള സംഘടനകൾ അല്ലെങ്കിൽ സമുദായങ്ങൾ അവിടെയൊക്കെ വോട്ട് BJPക്ക് 100% കിട്ടുമെന്ന് ഉറപ്പുവരുത്തിയിട്ടാണോ? BDS NDAയിലുള്ളതുകൊണ്ട് ഈഴവ വോട്ടുകളൊക്കെ ഉറപ്പാണെന്നാണോ? ഷോൺ ജോർജും അനൂപ് ആന്റണിയും ഉള്ളതുകൊണ്ട്, അല്ലെങ്കിൽ അനിൽ ആന്റണി കൂടി ഇപ്പോൾ BJP ചേർന്നിട്ടുള്ളതുകൊണ്ട് ക്രൈസ്തവ വോട്ടുകൾ മുഴുവൻ BJP കിട്ടുമെന്നാണോ? അതുകൊണ്ട് NSSൻ്റെ വോട്ട് വേണ്ട, അവരുടെ പിന്തുണ വേണ്ട, അങ്ങനെ ധരിച്ചിരിക്കുകയാണോ? ഈ മറ്റേ നേരത്തെ പറഞ്ഞ സമുദായങ്ങളുടെ വോട്ടൊക്കെ ആർക്കാ കിട്ടിയെന്ന് കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിലൊക്കെ നമ്മൾ കണ്ടതാണ്. ഇതാണ് രാഷ്ട്രീയമായിട്ടുള്ള വസ്തുത, വാസ്തവം. പക്ഷേ എന്തുകൊണ്ട് ഇരിക്കുന്ന കമ്പ് മുറിക്കുന്നു BJP? NSSനെ തള്ളിപ്പറയുന്നു. ഒരു വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്. NSSൽ പെട്ടവർ പോലും അത്ഭുതപ്പെട്ടിരിക്കുക.
എന്തുകൊണ്ട് BJP ഈ തരത്തിലുള്ളൊരു നിലപാടെടുക്കുന്നു എന്നുള്ളത്. രാജീവ് ചന്ദ്രശേഖരൊക്കെ ഞങ്ങൾക്ക് സുകുമാരനാരോട് ബഹുമാനമാണ്, NSSനോട് ബഹുമാനമാണ് എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ അങ്ങ് തലസ്ഥാനത്ത് ഇതാണ് നടക്കുന്നത്. ഇന്ത്യ മുഴുവൻ കാണുകയാണ് NSSനെ പറ്റി, അല്ലെങ്കിൽ NSSൻ്റെ ജനറൽ സെക്രട്ടറിയെ പറ്റി BJPയുടെ മുതിർന്ന നേതാക്കൾ സംസാരിക്കുന്നത്. ഈ കഴിഞ്ഞ ദിവസം മറ്റൊരു സംഭവം ഉണ്ടായി. അത് ഈ ന്യൂഡൽഹിയിലെ ചടങ്ങ് നടന്ന അതേ ദിവസമാണ്. BJPയുടെ ഒരു മുതിർന്ന നേതാവ് KS രാധാകൃഷ്ണൻ, അദ്ദേഹം BJPയിൽ വന്നിട്ട് അത് അധികാരമൊന്നും ആയിട്ടില്ല. അദ്ദേഹം RSSO സംഘപരിവാരത്തിലെ ഏതെങ്കിലും സംഘടനയിൽപ്പെട്ട ആളോ അല്ല. പെട്ടെന്നൊരു ഇലക്ഷനുമായി ബന്ധപ്പെട്ട് BJP വന്നതാണ്. അദ്ദേഹം വളരെ വിപ്ലവകരമായിട്ടുള്ള ഒരു ആവശ്യമാണ് ഉന്നയിച്ചിരിക്കുന്നത്. ശബരിമലയിലെ തന്ത്രിമാരുടെ കുടുംബമായ താഴമൺ മഠം അവർക്ക് നൽകിയിരിക്കുന്ന ഈ തന്ത്രി സ്ഥാനം പിൻവലിക്കണമെന്ന്. അതിലെ കണ്ഠരര് മോഹനര് ഒരു ക്രിമിനൽ കേസിൽ വിചാരണ നേരിട്ട ആളാണെന്ന്. കണ്ഠരര് രാജീവര് ഇപ്പോൾ ഈ ശബരിമലയിലെ സ്വർണ്ണ കവർച്ചാ കേസിൽ പ്രതിയായി ജയിലിൽ കിടന്ന ആളാണെന്ന്. അതുകൊണ്ട് ആ കുടുംബത്തിനുള്ള അവകാശം പിൻവലിക്കണമെന്ന് അദ്ദേഹം പറഞ്ഞിരിക്കുക. KS രാധാകൃഷ്ണൻ കണ്ഠരര് മോഹനരെ ശിക്ഷിച്ചതാണോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ കണ്ഠരര് രാജീവര് ഇപ്പോൾ ജാമ്യത്തിലാണ്. അദ്ദേഹത്തിന് ജാമ്യം കൊടുത്ത കോടതി പറഞ്ഞത് കണ്ഠരര് രാജീവർക്കെതിരായി തെളിവിൻ്റെ ഒരു കണിക പോലുമില്ല എന്നുള്ളതാണ്. അല്ലെങ്കിൽ തന്നെ നമ്മുടെ നീതിന്യായ വ്യവസ്ഥ പ്രകാരം അവരിപ്പോൾ അക്യൂസ്ഡ് മാത്രമാണ്, കുറ്റം ചാർത്തപ്പെട്ടവരായി ശിക്ഷിച്ചിട്ടില്ല, കുറ്റവാളികളാണെന്ന് കോടതികൾ കണ്ടെത്തിയിട്ടില്ല. എന്നിട്ടും BJP പറയുന്നു അവരെ തന്ത്രിസ്ഥാനത്ത് നിന്ന് മാറ്റണമെന്ന്. എന്താണ് ഇതിൻ്റെ അർത്ഥം? താഴമൺ കുടുംബത്തിന് സിദ്ധിച്ചിരിക്കുന്ന ഈ തന്ത്രി പദവി ശബരിമലയിലെ ആചാരവുമായി ബന്ധപ്പെട്ടതാണ്. അപ്പോൾ BJP ശബരിമലയിലെ ആചാരങ്ങൾക്കെതിരാണോ? അങ്ങനെയാണെങ്കിൽ എന്തിനാണ് BJP അവിടുത്തെ യുവതീ പ്രവേശത്തിനെതിരായിട്ട് സമരം ചെയ്തത്? എന്തിനാണ് സംഘപരിവാര സംഘടനകൾ അതിനോട് ചേർന്നത്? അവിടെ യുവതികളെ പ്രവേശിപ്പിക്കാൻ പാടില്ല. നിശ്ചിത വയസ്സിനിടയ്ക്കുള്ള ചെറുപ്പക്കാർ യുവതികളെ അവിടെ പ്രവേശിക്കാൻ പാടില്ല. സുപ്രീം കോടതി അവരെ പ്രവേശിപ്പിക്കണമെന്ന് പറഞ്ഞപ്പോഴാണ് വലിയ പ്രക്ഷോഭം ഉണ്ടായത്. അതിൻ്റെ അലയോലികൾ ഇപ്പോഴും അടങ്ങിയിട്ടില്ല. അതുമായി ബന്ധപ്പെട്ട കേസുകൾ ഇപ്പോഴും കോടതിയിൽ നടക്കുകയാണ്. അപ്പോഴാണ് BJP പറയുന്നത് താഴമൺ മഠത്തിൻ്റെ തന്ത്രിസ്ഥാനം എടുത്തു കളയണമെന്ന്. അപ്പോൾ നിങ്ങൾ ശബരിമല ആചാരങ്ങൾക്കെതിരാണോ? ആ ആചാരത്തിൻ്റെ ഭാഗമായിട്ടാണ് താഴമൺ കുടുംബം ഈ തന്ത്രിസ്ഥാനം ഏറ്റെടുക്കുന്നത്, തന്ത്രിയായിട്ടിരിക്കുന്നത്. അതിനെതിരാണോ നിങ്ങൾ? അങ്ങനെയാണ് പിന്നെ എന്തിനാണ് നിങ്ങൾ യുവതീ പ്രവേശത്തെ എതിർത്തത്? അതവിടെ സ്ത്രീ പുരുഷ തുല്യതയുടെ ഒരു പ്രശ്നം കൂടെ ഉണ്ടായിരുന്നു. എന്നിട്ട് പോലും എതിർത്തു BJP. മറ്റു പലരും എതിർത്തു. ശബരിമലയുടെ വിശ്വാസങ്ങളും ആചാരങ്ങളും അഭംഗുരം നിലനിൽക്കുന്നതാണ് നല്ലത്, ശരിയെന്ന് കരുതിയവരും ഈ സ്ത്രീ പ്രവേശത്തെ എതിർത്തവരാണ്. ഇപ്പം എന്താണ് ഈ മാറ്റം? ഇതിലെന്തിനാണ് BJP ഇടപെടുന്നത്? ശബരിമലയിലെ ആചാരങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ BJP ഇടപെടുന്നത് എന്തിനാ? അതിന് പറ്റിയ സംഘടനകളും സമിതികളൊക്കെ ഉണ്ടല്ലോ, ദേവസ്വം ബോർഡുണ്ട്. ഇന്നലെ ഇപ്പോൾ ഹൈക്കോടതിയാണ് ശബരിമലയിലെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. അത് എന്തുകൊണ്ടാണെന്ന് അറിഞ്ഞുകൂടാ. ഒരു പ്രത്യേക ബെഞ്ച് തന്നെയുണ്ട് ഹൈക്കോടതിക്ക്. അതിനെ വിമർശിക്കുന്നവരുണ്ട്. പക്ഷെ ഒരു കാര്യം പറയാം, ഹൈക്കോടതിയുടെ ഒരു മേൽനോട്ടം ഉള്ളതുകൊണ്ട്, അവരതൊക്കെ കാണുന്നുണ്ട് എന്നുള്ളത് കൊണ്ട് ശബരിമലയിൽ വലിയ കുഴപ്പങ്ങൾ സംഭവിക്കാതെ നടന്നു പോകുന്നു. സത്യം പറഞ്ഞാൽ കോടതിയുടെ ഒരു മേൽനോട്ടം ഇല്ലായിരുന്നുവെങ്കിൽ അവിടെ എന്തൊക്കെ സംഭവിക്കുമായിരുന്നു എന്ന് ഇപ്പോൾ പറയാൻ പറ്റത്തില്ല. എന്നിട്ട് പോലും അടിച്ചുകൊണ്ടുപോയി എത്രയോ സ്വർണം. അതവിടെ നിൽക്കട്ടെ. അവിടുത്തെ ആചാരങ്ങളെപ്പറ്റി ചർച്ച ചെയ്യാനും തീരുമാനമെടുക്കാനുള്ള സംവിധാനങ്ങളുണ്ടെന്നേ. പിന്നെന്തിനാണ് ഡോക്ടർ KS രാധാകൃഷ്ണൻ ഇതിനകത്ത് ബുദ്ധിമുട്ടുന്നത്? എന്തിനാണ് അദ്ദേഹത്തിൻ്റെ സ്വന്തം പാർട്ടിയായി BJPയെ ഒരു പ്രതിസന്ധിയിലെത്തിക്കുന്നത്? എന്തിനാണ് ശ്രീ CP രാധാകൃഷ്ണനും സുരേഷ് ഗോപിയും ചേർന്ന് NSSനെതിരായിട്ട് സംസാരിക്കുന്നത്? ശരിക്കും പറഞ്ഞാൽ കേരളത്തിലെ BJP ഒരു വലിയ പ്രതിസന്ധിയില്ല. ഇന്ന് ആ പാർട്ടിയിൽ രണ്ട് ധാരകളാണ് ഉള്ളത്. ഒന്ന് RSS, ABVP, അങ്ങനെ ഈ സംഘപരിവാർ റൂട്ടിലൂടെ കടന്നു വന്ന ഒരു വിഭാഗം ആളുകൾ, അങ്ങനെ നേതാക്കളായ ആളുകൾ. മറ്റുള്ളവർ മാർഗം കൂടിയവരാ, അല്ലെങ്കിൽ പുത്തൻ കൂറ്റുകാരാ. അവർ മറ്റു പല സൗകര്യങ്ങൾ അല്ലെങ്കിൽ സാധ്യതകൾ കണ്ടിട്ട് BJPയിലേക്ക് വരുന്നവരാ. തെരഞ്ഞെടുപ്പ് എടുക്കുമ്പം
ചില ആളുകൾ വരും, ബി ജെ പിയിൽ ചേർന്നു, ഇന്നാൾ ബി ജെ പിയിൽ ചേർന്നു, ഇന്നാൾ ബി ജെ പിയിൽ ചേർന്നു. ബി ജെ പിക്കാർ വിചാരിച്ചിരിക്കുന്നത് ഇവരൊക്കെ വന്ന ഉടനെ അവർക്ക് ഒത്തിരി വോട്ട് കിട്ടുമെന്നാണ്. അതല്ലെന്ന് മനസ്സിലാക്കാനുള്ള ബുദ്ധി ബി ജെ പിക്ക് ഇല്ല. മനസ്സിലായില്ലേ? നേരത്തെ പറഞ്ഞതുപോലെ ഓരോരോ സമുദായത്തിൻ്റെ ഈ വോട്ട് ഞങ്ങളങ്ങ് നേടിത്തരാം, ഞങ്ങൾ അവരുടെ എല്ലാം വോട്ട് ബാങ്ക് പോക്കറ്റ് വെച്ചിരിക്കുകയാണെന്ന് അവകാശപ്പെട്ടുകൊണ്ട് വരുന്ന ആളുകൾ അവർ തെരഞ്ഞെടുപ്പിലൊക്കെ മത്സരിക്കും. നാട്ടുകാർ പറയും വീട്ടിലിരുന്നോളാൻ പറയും. പക്ഷേ പാർട്ടിയിലെ സ്ഥാനങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു മാറത്തില്ല കേട്ടോ. വൈസ് പ്രസിഡന്റ്, ജനറൽ സെക്രട്ടറിമാർ, അങ്ങനെയുള്ള പല പല പദവികൾ. ഇപ്പോഴാ പാർട്ടിയിൽ എന്തൊക്കെയാണ് നടക്കുന്നത്? തെരഞ്ഞെടുപ്പിൻ്റെ ഫണ്ട് കോടിക്കണക്കിന് രൂപ വന്നിട്ടുണ്ട്. കോൺഗ്രസും CPM-ഉം പോലും കൈകാര്യം ചെയ്യാത്തത്ര തുക ഫണ്ട് ബി ജെ പി ചെലവഴിച്ചിട്ടുണ്ട്. കാരണം ഡൽഹിയിൽ നിന്ന് പണം വരുമല്ലോ, രാജ്യം ഭരിക്കുന്ന പാർട്ടിയല്ലേ. പക്ഷേ അതിൻ്റെ പേരിൽ ഇപ്പോൾ വലിയ തർക്കം നടന്നുകൊണ്ടിരിക്കുക. അടിച്ചു മാറ്റിയെന്നാണ് പറയുന്നത്. അന്വേഷണം വേണമെന്നാണ് പറയുന്നത്. പോലീസിൽ വരെ ആളുകൾ കേസ് കൊടുത്തിട്ടുണ്ടെന്നാണ് പറയുന്നത്. എന്തിന്? ഈ തെരഞ്ഞെടുപ്പ് പ്രചാരണ സാമഗ്രികൾ, ബാഡ്ജ്, കൊടി, ഇതുപോലുള്ള കാര്യങ്ങൾ, ഇതിൻ്റെ പർച്ചേസിൽ പോലും വലിയ തട്ടിപ്പ് നടന്നു എന്ന് പറഞ്ഞിരിക്കുക. ബി ജെ പിയിലെ ചില നേതാക്കളുടെ ബന്ധുത്വത്തിലുള്ള സംഘടനകളിൽ നിന്ന് വ്യാജ രസീതും ഇൻവോയ്സും ഒക്കെ വാങ്ങിയിട്ട് തുക പറ്റിച്ചെന്ന്. എന്തിനേറെ പറയുന്നു, ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റ് പോലും സമ്പത്തിൻ്റെ കൊഴുപ്പിൽ രാജ്യസഭയിൽ എത്തുകയും അതുവഴി ബി ജെ പിയിലെ പ്രധാനപ്പെട്ട നേതാവായി മാറുകയും കേരളത്തിലെ ബി ജെ പിയുടെ പ്രസിഡന്റ് ആവുകയും ചെയ്ത ആളാണ്. അതുകൊണ്ട് അദ്ദേഹത്തിന് യോഗ്യതയിലെന്ന് പറയുന്നില്ല കേട്ടോ. പക്ഷേ ഈ സംഘപരിവാര പാരമ്പര്യത്തിൽ നിന്ന് വന്നവരുമായിട്ട് യോജിച്ചു പോകാൻ ചിലപ്പോൾ പറ്റിയില്ലെന്ന് വരാം. അതുകൊണ്ടാണ് ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റും മുൻ കേന്ദ്രമന്ത്രിയും നിയമസഭയിൽ പിൻബെഞ്ചിലിരിക്കുമ്പോൾ ഇന്നലെ കോൺഗ്രസിൽ നിന്ന് വന്ന് ജയിച്ച MLA ആയ ഒരാൾ ബി ജെ പിയുടെ നിയമസഭാ കക്ഷി നേതാവായി 1-ാം ബെഞ്ചിലിരിക്കുന്നത്. ഈ രീതിയിലാണ് ബി ജെ പി പോകുന്നതെങ്കിൽ ഈ 3 എന്നതിനപ്പുറത്തേക്ക് പുതുതായിട്ട് എന്തെങ്കിലും നേടാൻ ബി ജെ പിക്ക് സാധ്യമാവുകയില്ല. ഇരിക്കുന്ന കൊമ്പ് മുറിക്കുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് എങ്ങനെ നിലനിൽക്കാൻ സാധിക്കും?